പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവചനം 37 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും, യഹോവയായ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതേ പ്രിയരെ, സകല പ്രത്യാശയും നഷ്ടപ്പെട്ട് പ്രത്യാശിക്കുവാൻ വകയില്ലാതെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു നിൽക്കുന്നവരുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ശവക്കുഴികളെ തുറന്നു കൊടുത്തുണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ച് കയറ്റിയ ഒരു അത്ഭുത പ്രവൃത്തിയാണ് നാം ഇന്ന് കർത്താവ് ഈ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയരെ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ തീർന്നു എന്ന് പറയുന്ന ഇടത്തു നിന്നും സകലതും അസാധ്യമായി കിടക്കുന്ന വിഷയത്തിന്റെ നടുവിൽ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. പുതിയ ജീവൻ നൽകി, പുത്തൻ കൃപകളെ നൽകി, പുതിയ അനുഭവങ്ങളെ നൽകി സർവശക്തനായ ദൈവം നമ്മെ മുൻപോട്ട് വഴി നടത്തുക തന്നെ ചെയ്യും. നമ്മുടെ ബലഹീനമായ അവസ്ഥകളിൽ, ജീവിതത്തിന്റെ അസാധ്യതകളുടെ നടുവിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതേ, നിങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നടുവിലും ബലഹീനമായിരിക്കുന്ന അവസ്ഥകളിൽ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇരിക്കുന്ന അനുഭവത്തിൽ അവിടെ സകലത് തീർന്നു എന്ന് പറയുന്ന ഇടത്ത് ചില ദൈവപ്രവൃത്തികൾ നിങ്ങൾക്ക് മുൻപാകെ പ്രതീക്ഷയ്ക്ക് വകയായി സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് ഈ വചനങ്ങളിലൂടെ ഒക്കെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത്. അതേ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ കർത്താവ് പൗലോസിനെ പിടിച്ച് കർത്താവ് ശക്തമായി തന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി ഉപയോഗിച്ചതുപോലെ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി നല്ല ഒരു മാന്യ പാത്രമായി തന്നെ തീർത്തതുപോലെ, അതേ പ്രിയരെ, ജീവിതത്തിന്റെ എല്ലാ ബലഹീന അവസ്ഥകളില് സകലത് തീർന്നു എന്ന് പറയുന്ന ഇടത്ത് ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ആകയാൽ എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അത് നിങ്ങളെ ജീവിപ്പിക്കുന്നതാണ്, സ്വദേശത്ത് നിങ്ങളെ പാർപ്പിക്കുന്നതാണ്, പുത്തൻ അനുഭവങ്ങളും പുതിയ കൃപകളും നൽകുന്നതാണ്. ആ കൃപകളെ ഏറ്റെടുത്ത് കർത്താവിന്റെ സന്നിധിയിൽ ഓരോ ദിവസം മുൻപോട്ട് പോകാം. ദൈവം ഈ വചനത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.